ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 വാർഷിക പരീക്ഷ 1ാം ക്ലാസ്സിൻ്റെ കിതാബത്ത് നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തഫ്ഹീമുൽ ഖിറാഅയിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെന്താണ്, എഴുത്ത് എക്സാമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. നമ്മൾ പറിച്ച വേർഡ്സുകളൊക്കെ ഡിറ്റക്ഷൻ എടുക്കും. അതാണ് കിതാബത്ത്, ഇത് കേട്ടെഴുത്ത് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആദ്യം ഉസ്താദ് ഇവിടെ താഴെ തന്ന ഈ വേർഡ്സുകളൊക്കെ പറഞ്ഞു തരിക. അപ്പോൾ നിങ്ങൾക്കൊരു അഡീഷണൽ പേപ്പർ തരും. അപ്പോൾ അതിൽ ഉസ്താദിന് എഴുതി കൊടുക്കുക ഉസ്താദ് പറഞ്ഞ വേർഡ്സുകളൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ വന്ന വേർഡ്സുകൾ ഏതൊക്കെയാണ്? ഫ, ഹി, അ, വു, ക, മു, കി, ബൽ, മലക്കുൻ, ഫിഅലുൻ, വഹ്നുൻ, ചായ, ഓടി, 7. അപ്പം എന്താണ്, ഇതുപോലെ നിങ്ങൾ പഠിച്ചവിടെ ഫ ആണ് വന്നതെങ്കിൽ ഉസ്താദ് ക പറയും, ഹി ആണ് വന്നതെങ്കിൽ ലു പറയും, ആ ആണ് വന്നതെങ്കിൽ മാ എന്ന് പറയും, വൂന്നാണ് വന്നതെങ്കിലോ നിങ്ങൾ പഠിച്ച മറ്റേതെങ്കിലും അക്ഷരം ഹു എന്ന് പറയും. അപ്പോൾ ഇതുപോലെ അക്ഷരങ്ങൾ മാറി മാറി വരും. ഇത് തന്നെ വരണമെന്നില്ല. അതുപോലെ അറബി മലയാളം നിങ്ങൾ പഠിച്ച മറ്റ് വേർഡ്സുകളുണ്ട്. ഇതുപോലെ നീട്ടാനൊക്കെ ഉള്ളതാണ് അതിൻ്റെ കൂടെ വരിക. ഇവിടെ ചാ നീട്ടാൻ വന്നിട്ടുണ്ട്, ഓ നീട്ടാൻ വന്നിട്ടുണ്ട്, ഏ നീട്ടാൻ വന്നിട്ടുണ്ട്. ഏകാരത്തെയും ഓകാരത്തെയും ഒക്കെ നീട്ടാൻ എന്താണ് വരുന്നത്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ദാ അറബി അക്ഷരങ്ങൾ കാ, മൂ, കീ, ബൽ. അതുപോലെ മറ്റ് നമ്മൾ പഠിച്ച തോ, ലോ എന്നൊക്കെ വന്നാലോ നമുക്ക് എഴുതാൻ കഴിയണം. ആ രീതിയിൽ നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് പഠിച്ച എല്ലാ അക്ഷരങ്ങളും അതിൻ്റെ ഹർക്കത്തുകളൊക്കെ മാറി വരുമ്പോഴുള്ള ഉച്ചാരണമൊക്കെ പഠിക്കുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞു തരുന്നത് കേട്ട് എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അടുത്തതെന്താണ് ഇനി നോക്കി എഴുതാനാണ്. താഴെ കുറച്ച് പദങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് എഴുതണം. അപ്പം ഇതിൽ പ്രിൻറ്റിൽ എഴുതിയത്, ഉത്തരങ്ങൾ എഴുതിയത് വന്ന പ്രിൻ്റാണ്, അതുകൊണ്ടാണ് ഇതിലും എഴുതിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കള്ളിയിലേ ഉണ്ടാവുള്ളൂ, ഇത് കാലിയാക്കിയിട്ടാണ് തരിക. അപ്പോൾ നമുക്കിത് എന്താണ്, അതുപോലെ പകർത്തി എഴുതുക. ലോ, ലി, ഉ, കുൻ, യ, അതൊക്കെ അതുപോലെ ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ഇതുപോലെയാണ് എഴുതേണ്ടത്. ഇവിടെ പ്രിൻറ്റിൽ മാറിപ്പോയിട്ടുണ്ട് കാഫ്, അത് മനസ്സിലാക്കാം. അടുത്ത എന്താണ്, കുൽ, മിൻ, ഹുവ, തോ നീട്ടാൻ വന്നിട്ടുണ്ട്, അല്ല. അപ്പം അതുപോലെ പകർത്തി എഴുതുക. അടുത്ത എന്താണ്, ഓഫിറുൻ എഴുതാം. തിഫ്ലുൻ, ലൗ ഉൻ. അപ്പോൾ അതൊക്കെ അതുപോലെ നോക്കി എഴുതാൻ കഴിയണം. ഇനി എന്താണ് ഇവിടെ തന്നത്, അക്ഷരങ്ങൾ ചേർത്ത് എഴുതി കൊടുക്കണം. ഇവിടെ വേർതിരിച്ച് തന്നത് അതിനെ ചേർത്ത് എഴുതി കൊടുക്കുക. അപ്പോൾ അലീമുന്ന് ഐന് ലീ, ആ ലീ യാ നീട്ടാൻ മുൻ. അപ്പോൾ അത് ചേർത്ത് എഴുതുമ്പം ഫസ്റ്റ് ഈ ഐന് വന്നത് ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. ആ ലീ യമിലൂടെ യാ എഴുതുമ്പോൾ ഇങ്ങനെ അലീമുൻ. ഇനി നമുക്ക് ഇത് അലീമുൻ ഇങ്ങനെ തന്നിക്കണം. ഇനി അക്ഷരങ്ങൾ വേർതിരിക്കാൻ തരും, ഇത് തിരിച്ചു തരും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് വേർതിരിക്കാൻ പറഞ്ഞാൽ ഐന് ഇങ്ങനെ എഴുതണം, ലീ എഴുതണം, യാ ഇങ്ങനെ വേർതിരിച്ച് എഴുതണം, മുൻ അവസാനം ഇങ്ങനെ എഴുതണം. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഇവിടെ എന്താ തന്നത്, സോയീറുൻ ഐ. അപ്പോൾ അവിടെയും ഐ അതിനോട് ചേർത്ത് എഴുതണം, യാ എഴുതുമ്പോൾ ഉള്ള വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. സോയീറുൻ. അടുത്തതോ തുഫൂലുൻ, ഫ ഇതിനോട് നീട്ടുമ്പോൾ ഫൂ വാവ്, തുഫൂലുൻ.
വാവിനോട് വേറെ അക്ഷരം ചേർത്ത് എഴുതൂല. റാ വാവ് അങ്ങനെയുള്ള അക്ഷരങ്ങൾ ചേർത്ത് എഴുതൂല, അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ലാമ് വേറെ എഴുതാം. ഇനി അടുത്തതാ നുഹീത്തു. ഹീ നീട്ടാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ യാ ഇങ്ങനെ എഴുതി കൊടുക്കുക, നുഹീത്തു. ബാക്കി എല്ലാ അക്ഷരങ്ങളും ചേർക്കാം. അടുത്തതാ കലാ ഉൻ. കലാ ഉൻ. ലാ നീട്ടുമ്പോൾ ഈ അലിഫ് തമ്മിലൂടെ ചേർന്നാൽ പിന്നെ ഹംസ ചേർത്ത് എഴുതൂല. അപ്പോൾ ഹംസ അവിടെ വേറെ എഴുതുക, ഉൻ എന്ന്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് എഴുതി തന്നത് വേർതിരിക്കാൻ തന്നാൽ ഇതുപോലെ എഴുതണം. അപ്പോൾ ലാ എന്ന് നീട്ടുന്നതും ഹീ എന്ന് നീട്ടുന്നതും ഫൂ എന്ന് നീട്ടുന്നതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ചേർത്ത് എഴുതുന്നതും ചേർത്ത് എഴുതാത്തതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ലാ എന്നത് എഴുതുമ്പോൾ അലിഫ് ഇങ്ങനെ വേറെയാണ് എഴുതുക. അപ്പോൾ ഒക്കെ ഇതുപോലുള്ള നിങ്ങളെ പാഠത്തിൽ വന്ന മറ്റു വേർഡ്സുകൾ ഒക്കെ അതുപോലെ ഒറ്റക്കാക്കി നോക്കുക, ഒറ്റ അക്ഷരങ്ങളാക്കി നോക്കിയിട്ട് പഠിക്കുക. ഒറ്റക്ക് തന്ന അക്ഷരങ്ങൾ ഇതുപോലെ ചേർത്ത് എഴുതിയിട്ടും പഠിക്കുക. ഇനി ചേർത്ത് എഴുതുന്ന വേർഡ്സ് ആണെങ്കിൽ അത് ഉമ്മമാരെന്ത് ചെയ്യുക, ഇതുപോലെ ഒറ്റക്കാക്കി കൊടുക്കുക. അത് ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേറെ പേപ്പർ കൊടുക്കുക, അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒറ്റക്കാക്കി എഴുതി കൊടുത്തിട്ട് അത് ചേർത്ത് എഴുതാൻ അങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് നൽകുക. അങ്ങനെ നിങ്ങൾക്ക് മക്കളെ നന്നായി പരീക്ഷ എഴുതിക്കാൻ കഴിയും. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നേ പറയണതിലൊക്കെ തെറ്റിപ്പോവേ കട്ട് ചെയ്യാനൊക്കെ വിട്ടുപോയതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക. നമുക്ക് മുമ്പത്തെ ചോദ്യപേപ്പറുകളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.